ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ 2025 ജനുവരി മുതൽ ഈ ജൂലൈ മാസം വരെ PSC നടത്തിയിട്ടുള്ള എക്സാമുകൾ, പ്രിലിംസ് ആൻഡ് മെയിൻസ്, ഈ രണ്ടിലെയും ഭരണഘടനയിൽ നിന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഒരു സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭരണഘടനയിൽ നിന്നും ഈ വർഷം എന്തൊക്കെയാണ് PSC ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഓക്കെ ആണോ? അത് ഏതൊക്കെ ലെവലാണ്? 10ാം ക്ലാസ് നിലവാരം, +2 നിലവാരം, ഡിഗ്രി നിലവാരം, 3 നിലവാരത്തിലെയും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ ഇനി ഇതിപ്പോ ഭരണഘടനയിൽ നിന്ന് ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് കഴിയും. ഇനിയിപ്പോ അടുത്തത് സുപ്രധാന നിയമങ്ങൾ, ഭരണ സംവിധാനം, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഏരിയ തിരിച്ചു തരും. എന്നിട്ട് 2024 കടക്കും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകണം അല്ലേ? അപ്പൊ അതിന് എന്ത് വേണം? നിങ്ങളുടെ സപ്പോർട്ട്, പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് വേണം. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. നല്ല കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട്. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക കേട്ടോ. ഇഷ്ടം പോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എങ്ങനെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് 5/2025 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ ആണോ? 5/25 നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇവിടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഇങ്ങനെ ഒരു ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അറിയാവുന്ന ഓപ്ഷൻ വേഗം എടുത്തിട്ട് ആ ഓപ്ഷൻ വരുന്ന ആൻസർ ഏതാണോ അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കാം. നമുക്കിപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ആൻസർ ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലേ? ചിലവർക്ക് അങ്ങനെയാകാം, ചിലവർക്ക് വേറെ ആകാം. അപ്പൊ ഞാൻ ഉദാഹരണം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എടുത്തു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. അപ്പൊ 3 ആൻസർ ഏത് വരണം? എ ആൻസർ വരണം. 3A ആൻസർ വരണം. ഇത് തെറ്റാണ് അല്ലേ? ഇതിൽ 3A വന്നിട്ടില്ല. അപ്പൊ എയോ ബിയോ ആണ് ഇവിടെ ആൻസർ അല്ലേ? ഇനി നമുക്കറിയാം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് വരും? 19 മുതൽ 22 വരെ അല്ലേ? മൗലിക സ്വാതന്ത്ര്യം അല്ലേ? 19 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, നമുക്കറിയാം. അപ്പോ ഒന്നാമത്തെ ആൻസർ ഏത് വരണം? ഡി വരണം അല്ലേ? അപ്പൊ രണ്ടിലും എന്ത് വന്നിട്ടുണ്ട്? ഡി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കൂ, സമത്വത്തിനുള്ള അവകാശം ഏതാണ്? 14 മുതൽ 18 വരെയുള്ളത് അല്ലേ? 14 മുതൽ 18 വരെയുള്ള വകുപ്പ് സമത്വത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. ചൂഷണത്തിനുള്ള അവകാശം ഏതാണ്? 23 മുതൽ 24 വരെയുള്ള വകുപ്പാണ് അല്ലേ? അപ്പൊ ഇതിൽ എളുപ്പം ഞാൻ പറയുന്നത് ഈ ഓപ്ഷനിൽ ഏറ്റവും എളുപ്പം ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം നമുക്ക് പറ്റും അല്ലേ? ഫോഴ്സ്ഡ് ലേബർ അല്ലേ? 23 24 ആണ് വകുപ്പുകൾ വരുന്നത്. അപ്പൊ 4 ആൻസർ ബി വരുന്നത് ഏതാണ്? ഇതാണ് അല്ലേ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം? പെട്ടെന്ന് ഇപ്പൊ 4B 4 ഓപ്ഷനിലും ഇല്ല, ഒറ്റ നിലയേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. 6 മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അമേരിക്കയിൽ നിന്നാണ് ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. അതേപോലെ ഭാഗം ഏതിലാണ്? 3ാമത്തെ ഭാഗത്തിലാണ് അല്ലേ? ഭാഗം ഏതാണ്? 3. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ 6 മൗലികാവകാശങ്ങൾ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 to 24 ആണ്. ഇതൊക്കെയായോ?
ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. പിംഗലി വെങ്കയ്യ ഏത് സംസ്ഥാനക്കാരനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശുകാരനാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ്. ഓക്കെ ആണോടാ? ഇനി നോക്കൂ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? അല്ലെ, നമുക്കറിയാം 11 മൗലിക കടമകൾ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലെ. അതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നോക്കാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മൗലിക കർത്തവ്യമാണ് അല്ലെ. അത് നമ്മൾ ചെയ്യണം. പിന്നെയോ, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. തീർച്ചയായും ചെയ്യണം. 2, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇതും എന്താണ്? നമ്മൾ ചെയ്യേണ്ട ഒരു മൗലിക കർത്തവ്യമാണ്. അപ്പൊ ആൻസർ ഏത് വരും? ഇവയെല്ലാം അല്ലെ. ദേശീയ പതാക, ദേശീയ ഗാനം ആദരിക്കണം. പിന്നെ ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കണം, സംരക്ഷിക്കണം. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത ഒക്കെ അതിന് സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. എങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഫസ്റ്റത്തെ ആരായിരുന്നു? രംഗനാഥ മിശ്ര അല്ലെ. ഫസ്റ്റ് ആരാണ്? രംഗനാഥ മിശ്ര. എങ്കിൽ കറണ്ട് അഫെയറിൽ പഠിക്കണം അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യമാണ്. ആരാണ്? വി രാമസുബ്രഹ്മണ്യം. ഓക്കെ. എങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ അല്ലെ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ അധികാരം ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് അല്ലെ. എങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയാം അല്ലെ. ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? സെക്രട്ടറി ജനറൽ ആണ് അല്ലെ. ആരാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? ശ്രീ ഭരത് ലാൽ ആണ് കേട്ടോ. ആരാണ്? ഭരത് ലാൽ കേട്ടോ. ഭരത് ലാൽ ആണ്. കാരണം ക്വസ്റ്റ്യൻ ഒക്കെ ഇനി അങ്ങോട്ടേക്ക് എത്തും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അങ്ങോട്ടേക്കാണ് ക്വസ്റ്റ്യന്റെ PSCയുടെ പോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. 2025 കാര്യമാണ് പറയുന്നത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. എത്ര അംഗങ്ങളാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എത്ര അംഗങ്ങളാണ്? 6 അംഗങ്ങളാണ് അല്ലെ. 6 അംഗങ്ങളാണ്. സെക്രട്ടറി ജനറൽ ഭരത് ലാലാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വി രാമസുബ്രഹ്മണ്യമാണ്. ഇതിനു മുമ്പ് ആരായിരുന്നു? അരുൺകുമാർ മിശ്രയുടെ ഒക്കെ സ്ഥാനത്ത് കഴിഞ്ഞ ശേഷം ഇവിടെ വി രാമസുബ്രഹ്മണ്യം വന്നു അല്ലെ. രാമസുബ്രഹ്മണ്യം മറക്കരുത് കേട്ടോ. മറക്കരുതേ. നന്നായിട്ട് ഇത് എപ്പോഴും എന്താണ് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ പഠിക്കണേ. എങ്കിൽ താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടത് നോക്കാം. 2005 ശ്രദ്ധിക്കണേ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ആണോ? 2005 വിവരാവകാശ നിയമം അനുസരിച്ചിട്ടാണോ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ആണ് അല്ലെ. 2005 അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവനയാണ്. ആൻസർ എന്ത് ചെയ്യണം? 1 ആൻസർ ആയിട്ട് വരണം അല്ലെ. 1 ആൻസർ ആയിട്ട് വരണം. അപ്പൊ നമുക്കറിയാം ഇതല്ല എന്നറിയാം. ഇനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലെ. 1ഉം 2ഉം ആൻസർ ആയിട്ട് വരണം. 1ഉം 2ഉം വന്നു. അപ്പൊ നമുക്കറിയാം 2 മനസ്സിലായതുകൊണ്ട് ഇതും പോയി. ഇനി ഏതോ? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അല്ല അല്ലെ. 70 വയസ്സല്ല, 65 വയസ്സാണ്. അപ്പോ ഈ 3 എന്താണ്? തെറ്റാണ് അല്ലെ. ഇവയെല്ലാം തെറ്റാണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? 1ഉം 2ഉം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലെ. ചെയർമാനെ കൂടാതെ എത്രയാണ്? 10ൽ കൂടാ അല്ലെ. 10ൽ കൂടാൻ പാടോ? ഇല്ല അല്ലെ. 10ൽ കുറയാത്ത അംഗങ്ങളെ എന്തുണ്ടാകണം? അതില് അംഗങ്ങളായിട്ട് ഉണ്ടാകും ട്ടോ. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സാമരിയ. അടുത്തത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്.
ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ ആണ് കേട്ടോ. സുകുമാർ സെൻ ആണ്. രംഗനാഥ് മിശ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആണ് കേട്ടോ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിരിക്കുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. സുപ്രീം കോടതി ഈ റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഹൈക്കോടതി 226 ആണ്. ഓക്കെ, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളൂ. വേറെ ഏത് കോടതികൾക്കും അതിനുള്ള അധികാരമില്ല. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി 226 പ്രകാരവുമാണ്. എങ്കിൽ ഇതിന്റെ ഉള്ളിലത്തെ ഒരു ചോദ്യം, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതൽ ആർക്കാണ്? ഹൈക്കോടതിക്കാണ് കേട്ടോ. സുപ്രീം കോടതിക്കല്ല, ഹൈക്കോടതിക്കാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഏത് കൃതിയാണ് വന്ദേ മാതരം? ആനന്ദമഠം എന്നത് നോവലാണ്. അതടക്കം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വന്ദേ മാതരം എടുത്ത ആനന്ദമഠം എന്താണ്, ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു നോവലാണ്. ആരുടേതാണിത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് അല്ലേ. ദേശീയഗീതമായ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹം എടുത്തത് ഏത് നോവലിൽ നിന്നാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ആനന്ദമഠം എന്നതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സന്യാസി കലാപമാണ് കേട്ടോ. സന്യാസി കലാപം. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകള് ടോട്ടൽ എത്ര പേരാണ്? 15 വനിതകളാണ് ഉണ്ടായിരുന്നത് അല്ലെ. എത്രയാണ്? 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ? അപ്പൊ അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒന്ന് അമ്മു സ്വാമിനാഥൻ. ആരാണ്? ഒന്ന് അമ്മു സ്വാമിനാഥൻ. പിന്നെ ആരാ? ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ അല്ലെ. ദാക്ഷായണി വേലായുധൻ. പിന്നെ ആരാണ്? ബീഗം ഐസാസ് റസൂൽ, ദുർഗാബായി ദേശ്മുഖ് കേട്ടോ. ദുർഗാബായി ദേശ്മുഖ്. ഹൻസ ബിവ്രാജ് മേത്ത. അതേപോലെ കമല ചൗധരി. പിന്നെ ആരാ വരുന്നത്? ലീല റോയി. പിന്നെ മാലതി ചൗധരി. പിന്നെ വന്നിട്ട് രാജ്കുമാരി അമൃത് കൗർ. പിന്നെ രേണുക റായി, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി. 5, 10, 15. ഓക്കെ ആണോ? അപ്പൊ നോക്കൂ, അമ്മു സ്വാമിനാഥൻ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ? ഉണ്ട്. പിന്നെ ദാക്ഷായണി വേലായുധൻ പറഞ്ഞില്ലേ? ഉണ്ട്. രാജകുമാരി അമൃത് കൗർ ഉണ്ട്. സരോജിനി നായിഡു അല്ലെ. ഉണ്ടോ? പറയൂ, ആൻസർ പറയൂ. അമ്മു സ്വാമിനാഥൻ. ഇവിടെ സരോജിനി നായിഡു ഉണ്ടോ? ഉണ്ട് അല്ലെ. സരോജിനി നായിഡു ഉണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? ഇവയെല്ലാം. ഓക്കെ ആണോ? അപ്പൊ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകള്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസാസ് റസൂൽ കേട്ടോ. ബീഗം ഐസാസ് റസൂലിന്റെ പ്രത്യേകത ഏക മുസ്ലിം വനിതയാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ. ദുർഗാബായി ദേശ്മുഖ്, ഹൻസ ബിവ്രാജ് മേത്ത, കമല ചൗധരി, ലീല റോയി, മാലതി ചൗധരി, രാജകുമാരി അമൃത് കൗർ, രേണുക റായി, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി. ഇവരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള 15 വനിതകൾ. ഭരണഘടനയുടെ
എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? എത്രാമത്തെ ഭേദഗതിയായിരുന്നു വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? 61ാമത്തെ ഭേദഗതിയാണ് കേട്ടോ. 61ാമത്തെ ഭേദഗതിയാണ്. അപ്പോൾ കൂട്ടുകാരോട് പറയണേ, ഞാൻ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഭരണഘടനയിൽ ഇത്രയും 2025 വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്ലസ് അനുബന്ധ വിവരങ്ങൾ നമ്മൾ ക്ലാസ്സുകൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ക്വസ്റ്റ്യൻ എടുക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീപ്പ് സ്റ്റഡി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഏതാണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ് കേട്ടോ. സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയനാണ്, റഷ്യൻ ഭരണഘടനയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ്. പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ് ആൻസർ? ഏതാണ്? തെറ്റായിട്ടുള്ളതാണ്. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. തെറ്റാണ് അല്ലെ? 52 സെക്കൻഡ് ആണ്. ഓക്കെ, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തില് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് മാലിനി ചൗധരിയാണ്. തെറ്റാണ്. സരളാദേവി ചൗധരി അല്ലെ? നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതകളിലെ വരികളാണ്. തെറ്റാണ് അല്ലെ? അദ്ദേഹം വന്ദേ മാതരമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വരുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഡീപ്പായിട്ട് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ തെറ്റ് ഇവയെല്ലാമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് വന്നു, ഏത് മേഖലയാണ് ക്വസ്റ്റ്യൻ PSC തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ പഠിക്കുമ്പോൾ പൂർണ്ണമാകും. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയായ പ്രസ്താവനയാണ്. പിന്നെ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ എന്നുള്ളത് അതായിരിക്കും കേട്ടോ. അതാണ് ആൻസർ. അപ്പൊ ഇത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ആൻസർ ആണ് അല്ലെ? 21A എന്ന് പറയുന്നത്. 3, 2 വരുന്ന ഓപ്ഷൻ നോക്കൂ. C2 വരണം. C2 വരുന്ന ഇതൊക്കെ തെറ്റാണ് അല്ലെ? C2 വരുന്ന ഓപ്ഷൻ നോക്കൂ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് ഏതാ? 17 ആണ് അല്ലെ? A4 വരുന്ന ഓപ്ഷൻ, രണ്ടും A4 ആണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം 21. B2 വരണം അല്ലെ? B2 വരണം. അപ്പൊ ആൻസർ ഏത് വരും? ആൻസർ ഏതാണ് വരിക? A ആണ് അല്ലെ? ആൻസർ ഏതാണ്? A ആണ് അല്ലെ? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏതാണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇത് വരും വകുപ്പ് 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഏതാണ്? വകുപ്പ് 32. അത് ആരാ വിശേഷിപ്പിച്ചത്? അംബേദ്കർ. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ് കേട്ടോ. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുന്നതിനെതിരെ മാൻഡമസ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ശ്രദ്ധിക്കണം, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്.
ദേശീയ ഗാനമാണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. 8ാം പട്ടികയാണ് ഏത് ഭാഷകളുടെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 22 ആണ് കേട്ടോ. 22 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? നമുക്കൊരു ടോപ്പിക് ഉണ്ട്, ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. എത്രാമത്തെ പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 7ാമത്തെ പട്ടികയിലാണ്. ഏതാണ് ആൻസർ വരിക? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായിട്ട് നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നത് 7ാമത്തെ പട്ടികയിലാണ്. ഓക്കെ ആണോ? അടുത്തത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡാണ് കേട്ടോ, ഫസൽ അലിയാണ്. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂറിൽ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 ആരാണ് പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദ്യം. ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് കേട്ടോ ഉൾപ്പെടാത്തത്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് രണ്ടും പഠിച്ചു വെക്കണേ. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം 29 ആർട്ടിക്കിൾ. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശം 30 കേട്ടോ. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഏതാണ്? ശ്രീലങ്കയാണ് കേട്ടോ. ശ്രീലങ്കയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് നമ്മൾ 76-ലെ 42ാം ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആ സമയത്ത് ആരായിരുന്നു ആ പദം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്? ആ പദവി ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജെട്ടി കേട്ടോ. ബാസപ്പ ദാനപ്പ ജെട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം. അന്താരാഷ്ട്ര തർക്കങ്ങൾ, അന്താരാഷ്ട്ര സമാധാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്? 51(4) കേട്ടോ. 51(4) അന്താരാഷ്ട്ര തർക്കങ്ങൾ എന്ത് ചെയ്യണം? മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യങ്ങൾ തമ്മിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 51(4). രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 97 കേട്ടോ. ആർട്ടിക്കിൾ 97 രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാ? രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് അല്ലേ? ആരാണ്? ഉപരാഷ്ട്രപതി അല്ലേ? അതുപോലെ ഉപാധ്യക്ഷൻ, ലോകസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവയുടെ ശമ്പളം, ഭത്ത ഇവയെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 90. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തന്നിട്ട് 4 ഓപ്ഷനിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഞാൻ വായിക്കുന്നില്ല. ഓക്കെ, നോക്കൂ. ആൻസർ ഇതാണ് തെറ്റ് കേട്ടോ. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. എന്താണ് ചർച്ച? അവിടെയൊന്നും നടക്കില്ല കേട്ടോ. സംസ്ഥാന നിയമസഭകളിലൊന്നും നിയമനിർമ്മാണ സഭയിലൊന്നും ഹൈക്കോടതിയിലെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ കുറിച്ച് സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്ഥാനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാലോ. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. വിവരാവകാശ കമ്മീഷന്റെ ഘടന
എന്താ എങ്ങനെയാണ് വിവരാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്? ആൻസർ സി ആണ് കേട്ടോ. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉണ്ടാകും, പിന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുണ്ടാകും, പിന്നെ ഒരു സെക്രട്ടറി, നിയമ വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ഇതാണ് വിവരാവകാശ കമ്മീഷന്റെ ഘടന. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ട്, പിന്നെ ആരാ? സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുണ്ട്, പിന്നെ സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറി, നിയമ വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ. രണ്ട് വിദഗ്ധന്മാരായിരിക്കാ? ഒന്ന് നിയമം, രണ്ട് ധനകാര്യം. ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. നെക്സ്റ്റ് വൺ, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോ കേരള വിവരാവകാശ കമ്മീഷണർ ബി ഹരിനായർ ആണ് കേട്ടോ. ബി ഹരിനായർ ആണ്. നെക്സ്റ്റ്, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാണ് ഭരണഘടനാ ഭേദഗതി? 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. ചെയ്തു നോക്കണം കേട്ടോ. നിങ്ങൾ തനിയെ ചെയ്തു നോക്കാനായിട്ട് ആദ്യം ശ്രമിക്കണം. 91 ഭരണഘടനാ ഭേദഗതിയാണ്. 91 ഭരണഘടനാ ഭേദഗതി. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. രാജ്യസഭയാണ് കേട്ടോ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നോക്കൂ, ഇതില് ആൻസർ വന്നിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന സി ആണ് കേട്ടോ. 2, 3, 4. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അല്ലെ? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ശരിയാണ്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ധനബിൽ ആരംഭിക്കുന്നത് എവിടെ ആയിരിക്കണം? ലോകസഭയിൽ ആയിരിക്കണം കേട്ടോ. അപ്പൊ ഇത് ശരിയായ പ്രസ്താവനയാണ്. 3 ശരിയാണ്. 2, 3, 4 പ്രസ്താവനകൾ മാത്രം കേട്ടോ. മൂന്നാമത്തെയാണ് സി ആണ് ശരിയായ ആൻസർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ ഉൾപ്പെടാത്തത്, 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? 4-ാം അധ്യായത്തില് എന്താ? 4-ാം അധ്യായം മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. അതിൽ വരാത്തത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 3ഉം 4ഉമാണ് കേട്ടോ. 3 സംഘടനാ സ്വാതന്ത്ര്യം, പൊതു തൊഴിലിൽ തുല്യ അവസരം. ഇതാണ് അധ്യായത്തില് പെടാത്തത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം, ഇതൊക്കെ അതില് വരുന്നതാണ്. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഏത് വിജിലാണ്? സി വിജിലാണ് കേട്ടോ. സി വിജിലാണ്. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചേരുംപടി ചേർത്ത് എഴുതിയാലോ? നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഇതില് തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് ശരിയായ ഉത്തരമാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന തിരിച്ച് ഏതാ വരിക? തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ്? 1ഉം 2ഉം മാത്രമാണ് ശരി. യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് പ്രതിരോധവും ആണവോർജവും. പിന്നെയോ സംസ്ഥാന ലിസ്റ്റിലാണ് കൃഷി മത്സ്യബന്ധനം ഒക്കെ സംസ്ഥാന ലിസ്റ്റിലാണ്. മദ്യ നിയന്ത്രണം, ബാങ്കിങ് അല്ലെ? ബാങ്കിങ് ഒക്കെ ഇവിടെ വരുന്നതാണ്, യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ 3 തെറ്റാണ്. ശരിയായത് 1ഉം 2ഉം മാത്രമാണ്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. 1993 ഡിസംബർ മാസം 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 93 ഡിസംബർ 11.
ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ചോദ്യം. 93 ഡിസംബർ 11 നിലവിൽ വന്നു. 3 അംഗങ്ങളാണ് നിലവിലുള്ളത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. ഇവിടെ തെറ്റെന്താ? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇവിടെ ഹൈക്കോടതി ജഡ്ജി വരില്ല കേട്ടോ. നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എന്താ ഇവിടെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? നോക്കാം. അഴിമതി നിയന്ത്രിക്കുന്നതിന് ശരിയായ പ്രസ്താവനയാണ് അല്ലെ. വിവരാവകാശ നിയമം കൊണ്ടുവന്നത് തന്നെ എന്താണ്? അഴിമതി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാനും എല്ലാം ശരിയാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാ? തൊഴിൽ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള വി ശിവൻകുട്ടി തന്നെയാണ്. കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ഏതിലാണ്? 1949 നവംബർ 26 എന്ന ഒരു ഡേറ്റ് ഉള്ളത് എവിടെയാണ്? ആമുഖത്തിലാണ് അല്ലെ. ആമുഖത്തിലാണ് ഇങ്ങനെ പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് വരിക? പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക അല്ലെ. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചിട്ട് പറയുന്നതാണ് അല്ലെ ഇവിടെ. ഏകീകൃത സിവിൽ കോഡ്. അപ്പൊ ഇത് ഏതില് വരുന്നതാണ്? ആർട്ടിക്കിൾ 44 അല്ലെ. മാർഗനിർദ്ദേശക തത്വങ്ങളില് വരുന്നതാണ് ഇത്. മാർഗനിർദ്ദേശക തത്വം അല്ലെ, ഇതിൽ വരുന്നതാണ് 44. എന്നാൽ മൗലിക അവകാശങ്ങളിൽ വരുന്നവയാണ് 17, 23, 18 അല്ലെ. എന്താ 17? തൊട്ടുകൂടായ്മ നിർത്തലാക്കുക. അതായത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളിൽ വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതിൽ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കുക. ഇതിന്റെ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുക ചെയ്തിരിക്കുന്നത്. 18 എന്താണ്? സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. 23 മനുഷ്യ കച്ചവടത്തിന്റെയും നിർബന്ധിച്ച് പണിചെയ്ക്കലിന്റെയും നിരോധനം, ഫോഴ്സ്ഡ് ലേബർ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഒന്ന് വിദ്യാഭ്യാസം വരും അല്ലെ, വനങ്ങൾ വരും, മായം ചേർക്കൽ വരും, തൊഴിലാളി സംഘടന വരും, വിവാഹവും വിവാഹമോചനവും വരും, ദത്തെടുക്കലും പിന്തുടർച്ചയും ട്ടോ. വിദ്യാഭ്യാസം, വനം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ച, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് ആൻസർ ബി ആണ്. ഓക്കെ, അടുത്തത് നോക്കൂ. ചേരുംപടി ചേർക്കാനാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ. ഇതിൽ 42-ാം ഭേദഗതി തന്നിട്ടുണ്ട്, 44 തന്നിട്ടുണ്ട്, 73-ാം ഭേദഗതി തന്നിട്ടുണ്ട്, 86-ാം ഭേദഗതി തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കണം. 42-ാം ഭേദഗതി നമുക്കറിയാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ ഒന്ന് ആൻസർ ഏത് വരണം? 1 ഡി ലെ. ഇതിവിടെ 1 വരണം. പിന്നെ എന്താണ്? മൗലിക കടമകളും 42-ാമത്തെ ഭേദഗതിയിലാണ് അല്ലെ. 1 ഡി ലെ. 1 ഡി 2 എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യണം? ആദ്യം ഉണ്ടോ എന്ന് നോക്കുക. 1 ഡി 2 അല്ലെ. 1 ഡി ഈ 2 അല്ലെ. ഈ 2 എന്നുള്ളത് വരുന്നുണ്ടോ നോക്കണം. ഇവിടെ 1 ഡി 3 ആണ് തെറ്റ്. ഇവിടെ 1 സി ആണ് തെറ്റാണ്. 1 ഡി തന്നെ വരണം, തെറ്റാണ്.
1D2 കണ്ടോ. പിന്നെ നമ്മൾ 44-ാം ഭേദഗതിയോ 73-ഓ 84-ഓ ഒന്നും നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോയിരിക്കണം കേട്ടോ. അപ്പൊ 1D2 അല്ലെ, 42-ാം ഭേദഗതി ചെറിയ ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അല്ലെ, മൗലിക കടമകൾ. അടുത്തത് 2 44-ാം ഭേദഗതി ഏതാണ്? വകുപ്പ് 300A ആണ്. പിന്നെ ഏതാ? 4 അല്ലെ, 1978-ലാണ് വന്നത്. 73-ാമത്തെ ഭേദഗതി 11-ാമത്തെ പട്ടികയാണ്. പിന്നെ എന്ത് വരും ഇതില്? ത്രിതല പഞ്ചായത്ത് അല്ലെ. 86-ാം ഭേദഗതി വകുപ്പ് 21A ആണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വരുമ്പോ ആ സബ്ജക്റ്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം കേട്ടോ. കാരണം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ നമുക്ക് പരമാവധി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള മാർക്കുകൾ സ്കോർ ചെയ്യാൻ ആ പുതിയ SCRT-യിൽ ഒരു 2 ലെസൺ കിടക്കുന്നുണ്ട്. ഭരണഘടനയിലെ അധികാര വിന്യാസവും ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളുടെ. ഈ 2 ലെസൺ പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് കിട്ടും. അതുപോലെ പഴയ SCRT-യിൽ അത് കുറച്ചേ ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക്. അല്ലാണ്ട് നിങ്ങൾ ഇരുന്ന് കാട് കയറി പഠിക്കാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഹാർഡ് വർക്ക് തന്നെ നല്ല സ്മാർട്ട് വർക്കിലൂടെ ചെയ്താൽ മതി കേട്ടോ. ജനാധിപത്യത്തിന്റെ വ്യാപനം ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ലെസണ് ഞാൻ ഡീപ്പായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് വായിച്ച് പഠിപ്പിക്കാതെ തന്നെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് എടുക്കുന്നതിന്റെ പ്രയോജനപ്പെടുത്തിയ നല്ല മാർക്ക് ആയിട്ട് സ്കോർ ചെയ്യാത്ത. രാജ്യസഭയെ കുറിച്ചിട്ട് കാര്യം നന്നായിട്ട് പറയുന്നുണ്ട്. നോക്കാം ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ഇവിടെ വരിക നോക്കാം നമുക്ക് അല്ലെ. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. ഇവിടെ എന്താ പ്രശ്നം? രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണോ? അല്ല അല്ലെ. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ് അല്ലെ. പെട്ടെന്ന് പോയിട്ട് ചാടി കയറില്ലേ നമ്മള്. അതിലെ അംഗങ്ങളുടെ കാലാവധിയാണ് എങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാം അല്ലെ, 6 എന്ന് കൊടുക്കാം. പക്ഷെ ഇവിടെ രാജ്യസഭയുടെ അംഗങ്ങളുടെ അല്ല ചോദിച്ചിരിക്കുന്നത്, രാജ്യസഭയുടെ ആണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത് രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, അതൊരു സ്ഥിരം സഭയാണ് അല്ലെ. ഇനി രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയാണ്. തെറ്റാണ് അല്ലെ, തെറ്റാണത്. ഇനി രാജ്യസഭ അംഗ ആകണമെങ്കിൽ 35 വയസ്സാണോ? അല്ല, 30 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് അല്ലേ. അപ്പൊ ഇത് ശരിയാണ്, ഇത് ശരിയാണ്. കാരണം ഇതൊക്കെ തെറ്റാണ് ശരിയായ പ്രസ്താവനകൾ പറയുമ്പോ. ഓക്കെ, നോക്കൂ, രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ് അല്ലെ. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഇതും തെറ്റാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആണോ? 1, 3 എന്നല്ല, എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അപ്പൊ ആൻസർ ഏത് വരും ഇവിടെ? എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതാണ്? കാരണം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മന്ത്രിസഭയുമായിട്ടില്ലേ, മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം രാഷ്ട്രപതിക്ക് ചെയ്യാൻ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് എന്തുണ്ട്? വിവേചന അധികാരമുണ്ട്. എന്നാൽ ആ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ എന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഏതാണ്? 4 ഇതാണ് കേട്ടോ, 4 ഓൺലി. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം വിവേചന അധികാരത്തിൽ പെടാത്തതാണ് കേട്ടോ. എന്നാൽ വിവേചന അധികാരത്തിൽ വരുന്നതാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. അത് വിവേചന അധികാരമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം അധികാരം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? അത് തെരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? തിരിച്ചയക്കാനും അധികാരം. ഇപ്പൊ മന്ത്രിസഭ കുറെ ഫയൽ കൊടുത്തു, അതിൽ ഒപ്പിടണം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഒന്ന് തിരിച്ചയച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യാം? 2ാം പ്രാവശ്യം അയച്ചിട്ട് ഒന്ന് ഒപ്പിടിപ്പിക്കാം, അങ്ങനെ ചെയ്യാം. അതും അദ്ദേഹത്തിന്റെ വിവേചന അധികാരമാണ്. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം അല്ലെ, പോക്കറ്റ് വീറ്റോ അധികാരം. ഇത് 3ഉം എന്താണ്? വിവേചന അധികാരത്തിൽ പെടുന്നവയാണ് കേട്ടോ. പെടാത്തതാണ് ഗവർണറെ നിയമിക്കാനുള്ള അധികാരം. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാണ്? 104-ാം ഭേദഗതിയാണ് കേട്ടോ. എന്താണ്? 104-ാം ഭേദഗതി ആണ്. ക്വസ്റ്റ്യൻ ഇത് ഡിലീഷൻ ആണ് കേട്ടോ. ഇത് ഡിലീഷൻ ആണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ധനകാര്യ കമ്മീഷൻ കേന്ദ്രമാണ് കേട്ടോ.
ഇനി ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. ശരിയാണോ പ്രസ്താവന? ശരിയാണോ? ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280 ആണ്. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ അവസാനം മുമ്പെയാണോ? തെറ്റാണ് അല്ലെ? ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരി. ആൻസർ 1, 2, 4 ശരിയാണ്. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280, 5 വർഷം കാലാവധി. അരവിന്ദ് പനഗരിയ ഇപ്പോഴത്തെ ചെയർമാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാമത്തെ ഭേദഗതിയാണ് അല്ലെ? 86ാമത്തെ ഭേദഗതി ആർട്ടിക്കിൾ 21A ആണ്. 2002 ഇത് നിലവിൽ വരുന്നത്. ഈ 3 ചോദ്യങ്ങളാണ് കേട്ടോ, പ്രീവിയസ് ചോദ്യങ്ങളാണ്. അടുത്തത് നമുക്ക് നോക്കാം. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോത്തിലാൽ നെഹ്റു. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് രാഷ്ട്രത്തലവന്റെ പേരാണ് കേട്ടോ. രാഷ്ട്രത്തലവന്റെ പേര്, അതായത് ഇപ്പൊ രാഷ്ട്രത്തലവന്റെ അധികാരത്തെ കുറിച്ച്, രാഷ്ട്രത്തലവൻ ആരാ? ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ? അദ്ദേഹത്തിന്റെ അധികാരത്തെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രപതിയുടെ പേര് പറയുന്നുണ്ട്, അതിൽ ഇല്ല അല്ലെ? രാഷ്ട്രത്തലവന്റെ പേര് പറയുന്നില്ല. രാഷ്ട്രത്തിന്റെ പേര് ഭാരതം എന്ന് പറയുന്നുണ്ട് അല്ലെ? നിയമനിർമ്മാണ സഭയുടെ പേര് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? രാഷ്ട്രത്തലവന്റെ പേര് എന്തിലില്ല? ഭരണഘടനയില് ഇല്ല. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം ഏതാണ്? 40 ആണ് കേട്ടോ. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭുവാണ്, ലോർഡ് റിപ്പൺ പ്രഭു. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം, ഏകീകൃത സിവിൽ കോഡാണ് പറയുന്നത്, ഉത്തരാഖണ്ഡ് ആണ്. 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? 3ാം മോദി സർക്കാർ 8 ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ട്. അതില് പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ്? 8 കമ്മിറ്റിയില്. അപ്പൊ 7 കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിരിക്കാം അല്ലെ? ഒരു കമ്മിറ്റിയിലില്ല. ഏതിലാണ്? പാർലമെന്ററി കാര്യ സമിതി അല്ലെ? പാർലമെന്ററി കാര്യ സമിതിയിലാണ് അല്ലെ? പാർലമെന്ററി കാര്യ സമിതിയിൽ ആരായിപ്പോ? കിരൺ റിജിജു അല്ലെ? തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രസ്താവന 1, 3 ശരി. തദ്ദേശ ഗവൺമെന്റുകളെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ഇത് 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ, അതായത് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1, 3 കേട്ടോ. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. പിന്നെ എന്താണ്? സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. ഓക്കെ, 1, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. സോറി ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആൻസർ ഇവിടെ 1, 2 കേട്ടോ. സോറി. ഇവിടെ ആൻസർ വരുന്നത് 1, 2 ശരിയായ പ്രസ്താവന കേട്ടോ. 1, 2 കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് വരിക? നമുക്കിപ്പോ സംസ്ഥാന ലിസ്റ്റ് ആണ് ചോദ്യം അല്ലേ? ഇപ്പൊ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, റെസിഡ്യൂറി പവേഴ്സ് ഉണ്ട് അല്ലെ? അവശിഷ്ട അധികാരങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഈ കൺകറന്റ് ലിസ്റ്റില് വിദ്യാഭ്യാസം, വനം എപ്പോഴും PSCയുടെ ഒരു ചോദ്യമാണ്.
അപ്പൊ ഈ വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റ് ആണ് എന്ന് ഒരു ഉദ്യോഗാർത്ഥിക്ക് പെട്ടെന്ന് അറിയുന്നു എങ്കിൽ ഈ 3 വരുന്ന ഓപ്ഷനൊക്കെ എന്ത് ചെയ്യുക, മാറ്റിയിടുക അല്ലെ. ആൻസർ 1 ഉം 2, കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെന്റ്. ഇതാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പി സതീദേവിയാണ് കമ്മീഷന്റെ ചെയർപേഴ്സൺ. പിന്നെ ആസ്ഥാനം എവിടെയാ പറഞ്ഞിരിക്കുന്നത്? പട്ടം അല്ലെ, പട്ടം തിരുവനന്തപുരത്താണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് അനുസരിച്ചിട്ടാണ്. 1, 2, 3 ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. സതീദേവിയാണ് ഇപ്പൊ ചെയർപേഴ്സൺ. ആസ്ഥാനം പട്ടത്താണ്, തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന 1 ഉം 2 പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പാർലമെന്ററി അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിബീഷ് ആണ് കേട്ടോ. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? ബിബീഷ്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കേരള ബാലാവകാശ കമ്മീഷൻ ശരിയായ പ്രസ്താവന 1 ഉം 3 ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഇപ്പൊ ആരാ? മനോജ് കുമാറാണ് കേട്ടോ. കർണപ്പേർ പഠിക്കണം. മനോജ് കുമാറാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അനുശാസിക്കുന്നു. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ശരിയാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാ? എറണാകുളത്താണ്. തിരുവനന്തപുരത്തൊന്നും ഹൈക്കോടതിയുടെ ബെഞ്ച് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രവർത്തനം ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. 1 ഉം 2 ശരിയായ പ്രസ്താവനകൾ. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഏതൊക്കെയാണ് വരിക? 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഈ അടുത്ത് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലേ. നിങ്ങൾ അതിൽ കൂടെ കാരണം നിങ്ങളൊക്കെ എക്സാമുകളൊക്കെ എഴുതി വന്ന വ്യക്തികളായിരിക്കും. ഇനിയും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതൊരിക്കലും തെറ്റിക്കരുത്. ഏതാണ് വരിക? നാഗാലാൻഡ്, മിസോറാം, മേഘാലയ കേട്ടോ. നാഗാലാൻഡ്, മിസോറാം, മേഘാലയാണ് 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ കേട്ടോ. 26ാമത്തേതിന്റെ ആൻസർ വരുന്നത് 1 ഉം 2 ഉം 4 കേട്ടോ. 1 ഉം 2 ഉം 4. അടുത്ത് നോക്കൂ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്ത നിലവിൽ വന്നതല്ല ചോദ്യം. അംഗീകരിക്കപ്പെടുക, അതാണ് ചോദ്യം. 49 എപ്പോഴാ? 49 ജനുവരി 26 അല്ലേ. 1949 നവംബർ 26, 1950 ജനുവരി 26 നിലവിൽ വന്നു അല്ലേ. ഇത് അംഗീകരിച്ചതാണ്, ഇത് നിലവിൽ വന്നതാണ് കേട്ടോ. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ഇപ്പോ എന്തെങ്കിലും അധികാരത്തിലേറിയ പാർട്ടിക്ക് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലേ എന്ത് ചെയ്യും? സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരും. അപ്പൊ അത് ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്? ആർട്ടിക്കിൾ 356 കേട്ടോ. ആർട്ടിക്കിൾ 356. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്നത് അല്ലെ, നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറയാ അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു. ഇവിടെ റിവിഷൻ എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. തൊട്ടുകൂടായ്മ നിർത്തലാക്കലാണ്.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ളത്? കൂറുമാറ്റ നിരോധന നിയമം ഓൾ ഓഫ് ദി എബോ ആണ് കേട്ടോ. 1985 ഭരണഘടനയിൽ ചേർത്തത്. 52ാം ഭേദഗതി നിയമമാണ്. 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. 10ാം ഷെഡ്യൂളിൽ 10 കാശ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓരോരുത്തർ കൂറുമാറും അല്ലെ. അത് കണക്കാക്കുക. 1985 ഇപ്പോഴാണ് 1985 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 52ാമത്തെ ഭേദഗതി നിയമം 10ാമത്തെ പട്ടിക കേട്ടോ. 10ാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം ഏതാണ്? നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഓൺലി ഒന്നാണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഏതൊക്കെയാണ് ബാധകമായിട്ടുള്ള വ്യവസ്ഥകൾ പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. പഠിച്ചു വെക്കണേ. ഒന്നാമത്തെ പഠിക്കാം. രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു. ശരിയാണല്ലേ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അതിവിടെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. മനസ്സിലായോ? രാഷ്ട്രപതിയുടെ അഭാവത്തിലാണെങ്കിൽ ഉപരാഷ്ട്രപതി എടുക്കും. ഇനി രാഷ്ട്രപതി ഇല്ല, ഉപരാഷ്ട്രപതി ഇല്ല എങ്കിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ആ ചുമതലകൾ നിർവഹിക്കേണ്ടത്. ഇനി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെ രാഷ്ട്രപതിയായിട്ട് പ്രവർത്തിക്കുന്നു. ശരിയാണ് അല്ലെ. രാഷ്ട്രപതി ഇല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതിയും ഇല്ല ഉപരാഷ്ട്രപതിയും ഇല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇനി അദ്ദേഹവും ഇല്ലെങ്കിൽ മുതിർന്ന ജഡ്ജി. അവിടുത്തെ സുപ്രീം കോടതിയിൽ തന്നെ ആയിരിക്കണം കേട്ടോ മുതിർന്ന ജഡ്ജി. അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായിട്ട് പാർലമെന്റ് 1969 പ്രസിഡന്റ് നിയമം പാസ്സാക്കി. അതായത് ധർമ്മ നിർവഹണം. അപ്പൊ പ്രസിഡന്റ് നിയമം എപ്പോഴാണ്? 1969. 1969 നമ്മൾ വേറൊരു കാര്യം പഠിക്കുക. ISRO നിലവിൽ വന്ന വർഷം അല്ലെ. ISRO നിലവിൽ വന്ന വർഷം 1969 അല്ലെ. അതേ വർഷം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് നിയമവും പാസ്സാക്കുന്നത്. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ ചുമതലകളെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതൊക്കെയാണ് അറ്റോർണി ജനറലിന്റെ ചുമതലകള്? 1, 2, 3 കേട്ടോ. ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ റെഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ സഹായിക്കുന്നു. നിയമപരമായ കാര്യങ്ങൾ. ഓക്കെ. അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും പ്രേക്ഷകനായിട്ട് എത്താൻ അവകാശമുണ്ട്. ലോകസഭയുടെയും രാജ്യസഭയുടെയും നടപടികളിൽ സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട് കേട്ടോ. പക്ഷെ വോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അവകാശമില്ല കേട്ടോ. എല്ലാ മീറ്റിങ്ങുകളിലും എന്ത് ചെയ്യാം? പങ്കെടുക്കാം. പക്ഷെ വോട്ട് ചെയ്യാൻ ഇവർക്ക് അധികാരം ഉണ്ടാകില്ല. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സമ്മേളനമാണ് സാധാരണയായിട്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? ജൂലൈ മഴക്കാലം തുടങ്ങുന്ന സമയം. ജൂണിൽ മഴക്കാലം തുടങ്ങുന്ന സമയമാണ് അല്ലെ. അതിങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഏതാണ്? മൺസൂൺ സമ്മേളനം കേട്ടോ. അവിടെ ഇരുന്നിട്ട് ആലോചിക്കാൻ പാടില്ല ഈശ്വര ഏതായിരിക്കും. ശീതകാലമാണ്, സംയുക്തമാണല്ല, മൺസൂൺ ആണ്. ഏതാ? മൺസൂൺ കാലാവസ്ഥയിലെ ആ സമയത്തുള്ളത്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിന്റെ രചയിതാവ്. ഏതാ പുസ്തകം? ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആരുടെ ബുക്കാണിത്? അച്യുത് ചേതന്റേതാണ് കേട്ടോ. അച്യുത് ചേതൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നമ്മൾ രാഷ്ട്രപതിയുടെ ഓഫീസിനെ കുറിച്ച് പഠിച്ചു. ഇനി എന്താണ്? പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ഇവിടെ ആൻസർ 2, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1947 പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വന്നത്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം കേട്ടോ. 47. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് എന്ന് അറിയപ്പെട്ടു. PMS ആണ് അറിയപ്പെട്ടത്. പിന്നീടാണ് ഇതിന്റെ PMO ആയിട്ട് മാറുന്നത് അല്ലെ. ഗവൺമെന്റ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. ഈ ഗവേണൻസിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്? ഈ ഗവേണൻസിന്റെ പശ്ചാത്തലത്തിൽ കേട്ടോ. എന്തൊക്കെ നീതികളായിരിക്കാം ഈ ഗവേണൻസ് കൊണ്ട് ലഭിക്കുക? ഓൺലി 2 and 3 ആണ് കേട്ടോ.
സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തുക, തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണ ശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ. ഇത് രണ്ടുമാണ് കേട്ടോ. അടുത്തത്, നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതിനായിട്ട് ഏത് നിയമത്തിന്റെ രൂപീകരണമാണ് പരാമർശിക്കുന്നത്? തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതിന് ഏത് നിയമത്തിന്റെ രൂപീകരണമാണ് ഇവിടെ പരാമർശിക്കുന്നത്? ഏത് നിയമമാണ്? ഓൺലി 3 ആണ് അല്ലെ? ഏതാണ്? ഓൺലി 3 ആണ് കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് ഓൺലി 3. മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം കേട്ടോ. മഹാരാഷ്ട്ര, നമ്മൾ മഹാരാഷ്ട്ര ഒന്നും കണക്കാക്കില്ല അല്ലെ. അപ്പോ മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142ന്റെ പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നതിൽ ഏതാണ്? എന്താ 142ൽ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നത്? ഏതാണ്? ഓൺലി 2 ആണ് കേട്ടോ. ഓൺലി 2 ആണ്. സി ആണ്. സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ. എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക. റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വെക്കുന്നത്? റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീമിന് കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വെക്കുന്നത്? ഏതാണ്? അവരുടെ സ്വത്ത് കേട്ടോ. ചിലപ്പോ ഇടയില് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കയറി വരും. നിങ്ങള് എന്താണ് ഒരു എക്സ്ട്രാ ഫാക്ട് കിട്ടിയെന്ന് മാത്രം കണക്കാക്കുക. ഇന്ത്യയിൽ ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് തന്നെയാണ് നിയമിക്കാനുള്ള ഉത്തരവാദിത്തം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമസഭയുടെ കൊണ്ട് റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? മൊത്തം അംഗസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തിയത് 91ാം ഭേദഗതിയാണ്. 91ാം ഭേദഗതിയാണ് 15% ഇന്ത്യയിലെ മന്ത്രിസഭയുടെ വലിപ്പം പരിമിതപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായിട്ട്, രാഷ്ട്രപതിയുടെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇതേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം. താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ഉണ്ടോ അദ്ദേഹത്തിന്? അദ്ദേഹത്തിന്റെ അത് വിവേചന അധികാരത്തിൽ വരുന്നതാണോ? അല്ല. മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഓരോരുത്തരെ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നമ്മളിപ്പോ കേരളത്തിൽ നമുക്കറിയാം രാജേന്ദ്ര അർലേക്കറാണ് ഗവർണർ. അദ്ദേഹത്തിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി തന്നെയാണ്. പക്ഷെ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഒരിക്കലും അദ്ദേഹത്തിന് എന്താണ്? അതൊരു സമ്പൂർണ്ണ അധികാരമല്ല. മറ്റ് 2 അധികാരത്തിന് കീഴിൽ അത് ചെയ്യുന്നതാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക കേട്ടോ. അത് സമ്പൂർണ്ണ അധികാരത്തിൽ വരില്ല. മന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം, കോർട്ട് മാർഷൽ കേസുകൾ മാപ്പ് നൽകാനുള്ള അധികാരം, ഇതൊക്കെ എന്താണ്? ശരിയായ പ്രസ്താവന. പാർലമെന്റ് വിളിച്ചു കൂട്ടാനുള്ള അധികാരം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണത്. താഴെ പറയുന്നവരിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശമുള്ളത്? ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശമുള്ളത്. ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്ത് വന്നാൽ ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് കേട്ടോ. ഇന്ത്യയുടെ അറ്റോർണി ജനറലിനാണ് എല്ലാ കോടതികളിലും എന്ത് ചെയ്യുന്നത്? കയറാൻ. നേരത്തെ പറഞ്ഞില്ലേ നമ്മള്? താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനയാണ് 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന കേട്ടോ. ആർട്ടിക്കിൾ 358ന്റെ പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന 19 358 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് 1 വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും 1 വേർഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. 358 കേട്ടോ. 358ലാണ് 19 സ്വയമേവ നിർത്തലാക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങള് ചോദിച്ചിട്ട് ഇതിന് മുമ്പ് ചോദിച്ചത് ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ 19 അല്ലേ? അപ്പൊ ഇവിടെ 9 1 കുറയ്ക്കാട്ടോ. അപ്പൊ 358. ഇവിടെ 8, ഇവിടെ 9. അടുത്തടുത്ത സംഖ്യകൾ അത് അവിടെ നോക്കാം. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. അടിയന്തരാവസ്ഥ എന്തിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അതിന്റെ ആ ഭരണഘടനാ സാധുത എന്ത് ചെയ്യാം? കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം.
ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ ഇന്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എത്രയാണ്? എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ ഇന്റർമീഡിയറ്റിന്റെ ലെവലുകൾ രൂപീകരിക്കാൻ ജനസംഖ്യാ പരിധി എത്രയാണ്? 20 ലക്ഷത്തിന് മുകളിലാണ് കേട്ടോ. 20 ലക്ഷത്തിന് മുകളിലാണ്. രാജ്യസഭയിലെ സഭാ നേതാവ് ആര്? രാജ്യസഭയിലെ സഭാ നേതാവ്, രാജ്യസഭയിലെ സഭയുടെ നേതാവ് ആര്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭയിലെ അംഗമായ പ്രധാനമന്ത്രിയോ മന്ത്രിയോ? ഓക്കെ, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭയിൽ അംഗമായ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ? ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്ന, റിപ്പീറ്റേഷൻ കണ്ടോ, ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഈ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഒരു ഉപയോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു. ഏതാണ് ആ പോർട്ടല്? ഈ ഗ്രാമസ്വരാജ് ആണ് കേട്ടോ. പഞ്ചായത്തി രാജ് നമുക്കറിയാം ഗ്രാമസ്വരാജ് ആണ് അല്ലെ. എന്താണ് ഗ്രാമീൺ സ്വരാജ് എന്നൊക്കെ ഉണ്ട്. പെട്ടെന്ന് പഞ്ചായത്ത് പോർട്ടൽ എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് പോകും. അപ്പൊ നമ്മളൊക്കെ അറിയാം മഹാത്മാഗാന്ധിയുടെ ആശയമാണ് അല്ലെ ഗ്രാമസ്വരാജ്. അപ്പൊ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളില് ഈ ഗവേണൻസ് ശക്തിപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഈ ഗ്രാമസ്വരാജ് ഒരു ഉപയോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു. താഴെ പറയുന്ന നിയമനിർമ്മാണങ്ങളിൽ ഏതാണ് പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്? ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും അല്ലേ? ഏതാണ്? മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഏതിലേക്ക് പോവാം? പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയുന്ന നിയമം 1989 എന്ന് വേഗം എഴുതി വെക്കും. വീടെത്തുമ്പോഴേക്കും എല്ലാം ഉണ്ടെന്ന് അറിയും. തെറ്റ്, നെഗറ്റീവ് വന്നു അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇനി തെറ്റാൻ പാടില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വനാവകാശ നിയമം 2006 അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പൗരാവകാശ സംരക്ഷണ നിയമം 1955 അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയല്ല. ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ്? അമെൻമെന്റ്, അതിനെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന. മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം ശരിയായതാണ് കേട്ടോ. ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് ആണ് അല്ലേ? ഭരണഘടനാപരമായിട്ടുള്ള അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത്. ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഭേദഗതി ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? 368 ആണ്. ഭരണഘടന ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല കേട്ടോ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. എവിടെ നിന്നാ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അല്ലേ? എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്ക. പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന, മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് പൊതു താല്പര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പരസ്പര ബന്ധങ്ങളിൽ ഏതാണ് തെറ്റ് എന്ന് കണ്ടെത്തുക. പൊതു താല്പര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് തെറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഏത് വരും? സി ആണ് കേട്ടോ. ഇത് തെറ്റാണ്. അപ്പൊ ഇത് പഠിച്ചു വെച്ചോ. പൊതു താല്പര്യം വ്യവഹാരം ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഫലമാണ്. പഠിച്ചോ. പൊതു താല്പര്യ വ്യവഹാരം ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഫലമാണ്. പൊതു താല്പര്യ വ്യവഹാരങ്ങൾ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഫയൽ ചെയ്യപ്പെടുന്നു. 1947 ഡിസംബർ മാസം 31 കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നേടിയ പ്രവിശ്യ ഏതാണ്? പ്രാതിനിധ്യമുള്ള പ്രവിശ്യ ഏതായിരുന്നു? 47 ഡിസംബർ 31 കണക്കനുസരിച്ചിട്ടാണ്. ഇത് വരും മദ്രാസ് ആണ് കേട്ടോ. 47 ഡിസംബർ 31 കണക്കനുസരിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ പ്രാതിനിധ്യം കൂടിയ പ്രവിശ്യ മദ്രാസ് ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? സാമ്പത്തിക സാമൂഹിക ആസൂത്രണം അല്ലേ? നമുക്കറിയാം വിദേശ വായ്പകളൊക്കെ എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റിലാണ്, ഇത് സംസ്ഥാന ലിസ്റ്റിലാണ് അല്ലെ? ഇപ്പൊ സാമ്പത്തിക സാമൂഹിക ആസൂത്രണമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അടുത്തത്
ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട എമർജൻസി അതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? തെറ്റ് വന്നിട്ട് ബി ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഇത് തെറ്റാണ് കേട്ടോ. ആൻസർ ബി ആണ്. ഇത് തെറ്റ്. നമുക്ക് തെറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രം നന്നായിട്ട് ഓർമ്മ നിൽക്കും. അപ്പൊ അടിയന്തരാവസ്ഥയെ കുറിച്ച് ശരിയായ പ്രസ്താവന നോക്കൂ. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിന്റെ, ഇവിടെ ശ്രദ്ധിക്കണേ, ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ്. ശരിയാണ് അല്ലേ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ട് പറയുന്നു. അതും ശരിയാണ് അല്ലെ? 352 ദേശീയ അടിയന്തരാവസ്ഥ അല്ലെ? ദേശീയ അടിയന്തരാവസ്ഥ. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ. 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതുവരെയും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ കേരളത്തില്. കേരളത്തിലല്ല, നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ദേശീയ അടിയന്തരാവസ്ഥയുണ്ട്, സംസ്ഥാന അടിയന്തരാവസ്ഥയും നടന്നു. 360 പഠിക്കണേ. മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവിടെ ആൻസർ വന്നിട്ട് 2, 3, 4 കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവനകള് 2, 3, 4 വായിച്ചാലോ. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ആണ് അല്ലെ? 3-ാം ഭാഗത്തിലാണ് സ്വയം നിർവഹണപരവും നിർവഹണപരമല്ലാത്തതുമായ മൗലിക അവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3-ാം ഭാഗമാണ് മൗലിക അവകാശം 3. അടുത്ത നോക്കൂ. 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നവയല്ലെന്നും സംയോജിത സമ്പൂർണതയുടെ ഭാഗമാണെന്നും മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചോട്ടോ. അടുത്ത എക്സാമുകൾക്കൊക്കെ ഇനി റിപ്പീറ്റേഷൻ വരും. മേനകാ ഗാന്ധി കേസിലാണ് സുപ്രീം കോടതി അവകാശപ്പെട്ടത്. മൗലിക അവകാശങ്ങളുടെ സ്വഭാവം കേവലമാണ് കേട്ടോ. മൗലിക അവകാശങ്ങളുടെ സ്വഭാവം കേവലമാണ്. ആണോ? അല്ല അല്ലെ? അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ചെയ്താ വരുന്നത് 2, 3, 5 ആണ് ശരിയായത്. ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ആൻസർ ഇവിടെ 2, 3, 5 മൗലികാവകാശം കേവലം മാത്രമാണോ? അല്ല അല്ലെ? 2, 3, 5 പുതിയ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ. ഭരണഘടനയുടെ 3-ാം ഭാഗം അത് നമുക്കറിയാം അല്ലെ? പിന്നെതാ മേനകാ ഗാന്ധി കേസിലാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് സമ്പൂർണതയുടെ ഭാഗമാണ് അല്ലെ? പരസ്പരം വേർപെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് മേനകാ ഗാന്ധി കേസിലാണ്. ഇതിനെ കുറിച്ചിട്ട് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട്. അതുപോലെ 20, 21 ഒഴികെയുള്ള ആർട്ടിക്കിൾ ഒഴികെയുള്ള അടിയന്തരാവസ്ഥ സമയത്ത് അത് എന്താണ്? ഒരിക്കലും അതിനെ ഒഴിവാക്കാൻ കഴിയില്ല. 20, 21 കേട്ടോ. അടുത്തത് 66-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ആൻസർ വാദം എയും തന്നിട്ടുണ്ട്, കാരണവും തന്നിട്ടുണ്ട്. എയും 6ഉം തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ആൻസർ ഏതാണ് ഇവിടെ വരിക? ബി ആണ് കേട്ടോ. എ ശരിയാണ്, പക്ഷെ 6 തെറ്റാണ്. എ ശരി നോക്കാം നമുക്ക്. ഭരണഘടനയുടെ ഭാഗം 3ഉം 4ഉം ഭരണഘടനയുടെ മനസാക്ഷിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ശരിയായ പ്രസ്താവനയാണ് അല്ലെ? ഭാഗം 3 മൗലിക അവകാശം, ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ മനസാക്ഷിയാണ്. ഭാഗം 4-ൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കാൻ കഴിയും. 37 12 മുതൽ 35 വരെ നമുക്കറിയാം മൗലിക അവകാശങ്ങൾ. 36 മുതൽ 41 വരെ ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അല്ലെ? പക്ഷെ നമുക്ക് 37 പ്രകാരം നടപ്പിലാക്കാൻ കഴിയും. 6 തെറ്റാണ് കേട്ടോ. അടുത്ത വാദം നോക്കാം. അടുത്തതും എന്താണ്? എ ശരിയാണ്, പക്ഷെ 6 തെറ്റാണ് കേട്ടോ. അടുത്തതും അങ്ങനെയാണ് വരുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിൽ വ്യത്യസ്തരായിരുന്നുവെങ്കിലും ഒരു പൊതു പൈതൃകത്തിലും സംയുക്ത സംസ്കാരത്തിലും പങ്കാളികളായി തങ്ങളെ തന്നെ കണക്കാക്കുന്നതിൽ അവരെല്ലാം അഭിമാനിക്കുന്നു. ശരിയാണ് അല്ലെ? അങ്ങനെയാണ്. പിന്നെ നോക്കൂ, ഇന്ത്യയുടെ സംയുക്ത സംസ്കാരത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയായ സംസ്കൃത ഭാഷ. അങ്ങനെ ഒരു വിശേഷണം ഉണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, അങ്ങനെ നമ്മള് 2025 മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2025 ജനുവരി മുതൽ ഇപ്പൊ ജൂലൈ മാസം വരെ ഉള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യും? അടുത്തൊരു ഏരിയ ഏതാണ്?
ഒന്നുമില്ല, ഏതെങ്കിലും ജോഗ്രഫിയോ അല്ലെങ്കിൽ ബയോളജിയോ ഭരണ സംവിധാനങ്ങളോ എക്കണോമിക്സോ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അടുത്തതായിട്ട് ഇട്ടുതരാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ടേ ഞാൻ അത് ഇട്ട് തരുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം ഇട്ടുതരാം കേട്ടോ. അതേപോലെ 2024 ചെയ്തു തരാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. നന്നായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. താങ്ക് യു.